തിരുവനന്തപുരം മൃഗശാലയിലെ കടുവ ചത്തു. വയനാട്ടിലെ അമരക്കുനിയിൽ നിന്ന് പിടികൂടിക്കൊണ്ടുവന്ന അമരക്കുനി എന്ന് വിളിക്കുന്ന 9 വയസ്സുള്ള കടുവയാണ് ചത്തത്. ഒരു വർഷം മുൻപാണ് കടുവയെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചത്. സഫ്വാൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സഫ്വാൻ, എന്താണ് കടുവ ചാകാൻ കാരണമായത്? ദിവ്യ, പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളെ തുടർന്ന് ഈ കടുവ ട്രീറ്റ്മെന്റിലായിരുന്നു എന്നാണ് മൃഗശാല അധികൃതർ പറയുന്നത്. 9 വയസ്സുള്ള അമരക്കുനി എന്ന് വിളിക്കുന്ന മൃഗശാല അധികൃതർ പേരിട്ട് വിളിക്കുന്ന കടുവയാണ് ചത്തത്. വയനാട്ടിലെ അമരക്കുനിയിൽ നിന്ന് കഴിഞ്ഞ ഫെബ്രുവരി 2-നാണ് ഈ തിരുവനന്തപുരത്തെ മ്യൂസിയത്തെ സൂവിലേക്ക് ഈ കടുവയെ എത്തിക്കുന്നത്. അന്ന് അതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തയുണ്ടായിരുന്നു. അമരക്കുനിയിൽ നിന്ന് റെസ്ക്യൂ ചെയ്താണ് ഈ കടുവയെ എത്തിക്കുന്നത്. അന്നു മുതൽ തന്നെ ഈ കടുവക്ക് വലിയ അവശത ഉണ്ടായിരുന്നെന്നും അതിന്റെ തുടർ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ആരോഗ്യനില വഷളാവുകയും മൃഗ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വലിയ സംഘം ചികിത്സിക്കുകയും ചെയ്യുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ കടുവ ചത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മൃഗശാല അധികൃതർ അറിയിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 2-നാണ് വയനാട്ടിലെ അമരക്കുനിയിൽ റെസ്ക്യൂ ചെയ്ത് ഈ കടുവയെ ഏതായാലും തിരുവനന്തപുരത്ത് നിന്ന് എത്തിക്കുന്നത്. വി പി സഫ്വാനാണ് വിശദാംശങ്ങൾ നൽകിയത്.